കുടുംബം എന്ന് പറയുന്നത് നമുക്കറിയാം എന്തുകൊണ്ട് പാണക്കാട് കുടുംബം കേരള മുസ്ലിം സമാജത്തിന് നെടുനായകത്വം വഹിച്ച് ഓരോ കാലങ്ങളിലും നേതൃത്വം നൽകിയവരായിരുന്നു മഹാന്മാരായ പാണക്കാട് സയ്യിദന്മാർ. അവരുടെ പ്രപിതാക്കളായ ആളുകൾ ഈ രാജ്യത്തിനു വേണ്ടി വലിയ സംഭാവനകൾ നൽകി. സയ്യിദ് ഹുസൈൻ ആറ്റക്കോയത്തങ്ങളെ പോലെയുള്ള ആളുകൾ അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ പോലും അവർ അണിനിരന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിരുന്ന സമരവീരർ മുന്നോട്ട് വെച്ചിരുന്ന സമര പോരാളികൾക്ക് അന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ എഴുതി കൊടുത്ത ഒരു ഉറുക്കുണ്ടായിരുന്നു. എത്ര വെടിവെച്ചിട്ടും അവർക്ക് കൊള്ളാതിരുന്നപ്പോ അവർ പിടിച്ചു പരിശോധിച്ചപ്പോഴാണ് പാണക്കാട്ടിൽ നിന്ന് എഴുതി കൊടുത്ത ഉറുക്കിന്റെ ഫലമാണെന്ന് കണ്ടെത്തുന്നത്. അതിന്റെ ഫലമായി പാണക്കാട് നിന്ന് തങ്ങളെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അവരെ വെല്ലൂര് കൊണ്ടുപോയി അവിടെയാണ് അവിടെ ഖബറിടം ഉള്ളത്. അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ആ കുടുംബത്തിൽ വരുന്നവരാണ് പാണക്കാട് സയ്യിദന്മാർ. PMS തങ്ങളുടെ പ്രധാനികളായ 5 മക്കളിൽ 3 പ്രധാനികൾ നമ്മൾ സ്മരിക്കുകയാണ്. മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ നമ്മുടെ സ്ഥാപനത്തിന്റെ തുടക്കം മുതൽ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി എല്ലാവിധ സഹായങ്ങളും ചെയ്ത ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളെ നമുക്ക് മറക്കാൻ കഴിയില്ല. അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഉമർ അലി ശിഹാബ് തങ്ങളെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ വളരെ കർക്കശ സ്വഭാവക്കാരനും എന്നാൽ കൃത്യമായ നിലപാടുകളും ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നു. പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്നും ഒന്നാം നമ്പറായിരുന്നു. അതിന്റെ വിഷയങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും മഹാനവർകൾ ചെയ്തിരുന്നില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങൾ തയ്യാറായിരുന്നു. അവിടുത്തെ ജീവിതം നമുക്ക് പരിശോധിച്ചാൽ വളരെ കൃത്യനിഷ്ഠയോടുകൂടിയുള്ള ജീവിതമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. SYSന്റെ സംസ്ഥാന കമ്മിറ്റിക്കകത്ത് അക്കൗണ്ട് ബുക്ക് 2 എണ്ണമായിരുന്നു തങ്ങളുടെ കാലത്ത്. ഒന്നും തങ്ങൾ സ്വന്തമായി സൂക്ഷിക്കും, മറ്റൊന്ന് ഖജാൻജിയുടെ കയ്യിലും. കണക്കുകൾ കൃത്യമായി പരിശോധിക്കും, തങ്ങളുടെ കയ്യിലേക്ക് അത് അപ്ഡേറ്റ് ചെയ്യും. എല്ലാം മീറ്റിംഗ് കഴിഞ്ഞാലും അതൊന്ന് കുറിച്ചെടുത്തുകൊണ്ടായിരുന്നു തങ്ങൾ വീട്ടിലേക്ക് പോകാറുണ്ടായിരുന്നത്. അതുപോലെ മഹത്തമായ ജീവിതമായിരുന്നു അവർ മുമ്പോട്ട് നയിച്ചത്. നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. ഒരു സ്ഥലത്ത് തങ്ങളിങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പിൻഭാഗത്ത് നിന്ന് ഒരു ശബ്ദം, കോലാഹലം ഉണ്ടായി. സദസ്സ് മുഴുവൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു. തങ്ങൾ പറഞ്ഞു, ഏതോ ഭ്രാന്തനായിരിക്കും എന്ന് തങ്ങളുടെ ഒരു വാക്കാണ്. പിന്നീട് അവിടെ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കിയാക്ക് ഭ്രാന്ത് ബാധിച്ചു. പിന്നീട് അദ്ദേഹം പാണക്കാട്ടേക്ക് പോയി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. മരിക്കുന്ന അവസാന ദിവസം എന്റെ പ്രിയപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ വീട്ടിലേക്ക് ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒരു രംഗമുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കയ്യിലേക്ക് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ പോവുകയാണ് എന്ന് മുൻകൂട്ടി അറിഞ്ഞ പോലെയായിരുന്നു. അവസാന വഫാത്തിന്റെ ദിവസം ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ജീവിതം ചെലവഴിച്ചിരുന്നത്. ഒരു മുഅല്ലിം വീട്ടിലേക്ക് വന്നു, ഒരു പൊതുപരീക്ഷയുടെ പേപ്പറിൽ ഒപ്പിടണമെന്ന് പറഞ്ഞു. ആ ഒപ്പിടാൻ പേപ്പർ ഞാൻ ശനിയാഴ്ച കൊണ്ടുവരാം എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു, ഇന്ന് തന്നെ വേണം. അങ്ങനെ അന്ന് കൊണ്ടുവരിച്ച് അത് ഒപ്പിട്ട് കൊടുത്ത് ശനിയാഴ്ച ആകുമ്പോഴേക്ക് ഞാൻ ഉണ്ടാവില്ല എന്ന് തങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു. ആ മഹാന്മാരെ നമ്മൾ അനുസ്മരിക്കുകയാണ്. പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ പോലെ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പോലെ അവരുടെ മഹത്വം നമ്മൾ അവദാനങ്ങൾ വാഴ്ത്തുമ്പോൾ അതിൽ വലിയ പ്രതിഫലമാണുള്ളത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഖുർആനിക് വില്ലേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ 29-ാം തീയതി ഉച്ചക്ക് ജൽസത്തുൻ നിസാ വനിതാ സംഗമം അവിടെ നടക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബിനികളെ അങ്ങോട്ടേക്ക് നിങ്ങൾ പറഞ്ഞേക്കണം. വെള്ളിയാഴ്ച നടക്കുന്ന മജ്‌ലിസുൻ നൂർ ആത്മീയ സംഗമം അടക്കം ശനിയാഴ്ച രാവിലെ മൗലിദ് പാരായണം, വലിയ പ്രാർത്ഥനാ സംഗമം നടക്കുമ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ക്ഷണിക്കുകയാണ് ഖുർആനിക് വില്ലേജിലെ ശിഹാബ് തങ്ങൾ നഗരിയിലേക്ക്. അവരൊക്കെ തേനൂട്ടി വളർത്തിയ ഒരു പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ സമസ്തക്ക് വേണ്ടി വലിയ ത്യാഗങ്ങൾ സഹിച്ചു. അതിനുവേണ്ടി എല്ലാവിധ വെള്ളവും വെളിച്ചവും നൽകി അവര് വടവൃക്ഷം പോലെ വളർത്തിയ ഈ പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പ്രൗഢ മനോഹരമായ 100ാം വാർഷിക ചരിത്ര സമ്മേളനം കാസർഗോഡ് കുനിയേൽ വെച്ചുകൊണ്ട് ആഘോഷിക്കാൻ ഇടിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന കാസർഗോഡ് ഒരു നൂറ്റാണ്ട് എന്ന് പറയുന്നത് ചില്ലറ കാലമല്ല. 1926 നിന്ന് 2026 ഒരു നൂറ്റാണ്ടിന്റെ ദൈർഘ്യമുണ്ട്. ആ നൂറ്റാണ്ട് ചില്ലറ കാലമല്ല. ആ വലിയൊരു കാലയളവിൽ ഈ സമസ്തക്ക് എല്ലാവിധ ഒത്താശയും ചെയ്ത് അതിന് വളർത്താൻ സുന്നത്ത് ജമാഅത്തിന്റെ ആശയ നിലപാടുകൾക്ക് അടിവരയിട്ടുകൊണ്ട് ജീവിതം കൊണ്ട്
വരച്ചു കാട്ടിയ മഹാന്മാരായ പാണക്കാട് സയ്യിദന്മാരുടെ പൈതൃകമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ആ മഹനീയ ചരിത്ര സമ്മേളനത്തിലേക്ക് നിങ്ങൾ എല്ലാവരും എത്തിച്ചേരണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. നടത്തുന്നത് ഇന്ന് രാവിലെ തയ്യോട്ടിച്ചിറയിൽ നിന്ന് പതാക ഏറ്റുവാങ്ങി പ്രയാണം ആരംഭിച്ച നമ്മുടെ വാഹന പ്രജന ജാഥ നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. കരിങ്കല്ലത്താണിയിലെ പ്രിയപ്പെട്ട ഖുർആനിക് വില്ലേജിന്റെ അങ്കണത്തിലേക്ക് മഹാന്മാരായ പാണക്കാട് സയ്യിദന്മാരെ അനുസ്മരിക്കുന്ന സംഗമത്തിലേക്ക് നിങ്ങൾ എല്ലാവരും എത്തിച്ചേരണമെന്ന് ഉണർത്തുകയാണ്. എന്തുകൊണ്ട് പാണക്കാട് സയ്യിദന്മാർ? കേരളത്തിൽ ഒരുപാട് സയ്യിദ് കബീലകളുണ്ട്. ആഗോള തലത്തിൽ തന്നെ ഒരുപാട് സയ്യിദ് പരമ്പരകൾ നമുക്ക് കാണാൻ പറ്റും. 500-ൽ പരം സയ്യിദുമാരുണ്ട്. കേരളക്കരയിൽ 40 സയ്യിദ് കബീലകളുണ്ട്. കേരളത്തിന്റെ പുറത്തു നിന്നുകൊണ്ടാണ് സയ്യിദ് കബീലകൾ എത്തിയത്. പ്രധാനമായി 2 ദേശത്തു നിന്ന്, റഷ്യയിലെ ബുഖാറയിൽ നിന്ന്, മറ്റൊന്ന് യമനിലെ ഹദറമൗത്തിലെ തെരീമിൽ നിന്ന്. കൊടപ്പന കൽമൂറ്റം ശോക മൂകമാ കൊടിയ വേനൽ കൊണ്ട് പുളയും തീരമാ പാണക്കാടിൻ സ്നേഹവത്സര നായകൻ ഹൈദരാലി തങ്ങളിന്നും ഓർമ്മയായി ഹൈദരാലി തങ്ങളിന്നും ഓർമ്മയായി തമ്പുരാനെ കേൾക്കണേ പ്രാർത്ഥന തമ്പുരു മീട്ടുന്നു ഹൃദയമി വേദന സയ്യിദർ ആറ്റപ്പുതങ്ങളെ ചേതന സങ്കട കണ്ണീരിലാക്കി പോയതാ സങ്കട കണ്ണീരിലാക്കി പോയതാ തമ്പുരാനെ കേൾക്കണേ പ്രാർത്ഥന തമ്പുരു മീട്ടുന്നു ഹൃദയമി വേദന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട ഹാഫിദ് റാഷിദ് മർജാനി ഉസ്താദ് അവர்கள் 2 വാക്ക് സംസാരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനം നിറഞ്ഞ നാസിർ മാഷ് അടക്കമുള്ള പ്രിയപ്പെട്ട ഈ നാട്ടിലെ നല്ലവരായ കാരണന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര സമുദായ അംഗങ്ങൾക്ക് പരിശുദ്ധ ഇസ്ലാമിൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ പരിസരത്തുള്ള കരിങ്കല്ലത്താണിയിൽ ഖുർആനിക് വില്ലേജ് അങ്കണത്തിൽ വെച്ചുകൊണ്ട് മഹാന്മാരായ പാണക്കാട് സയ്യിദന്മാരുടെ ഉറൂസ് മുബാറക്ക് ഈ വരുന്ന 29, 30, 31 തീയതികളിൽ പ്രൗഢഗംഭീരം നൽകുക. അതുപോലെ തന്നെ ഈ സാദാത്യങ്ങളെ അവരുടെ മദത് കരസ്ഥമാക്കാൻ ഏത് രീതിയിലാണോ പ്രവർത്തിക്കേണ്ടത് ആ രീതിയിൽ ഒരു അവസരം ഉണ്ടാക്കി തരിക എന്ന സതുദ്ദേശത്തോടുകൂടെ തന്നെയാണ് ഈ വർഷത്തെ ഉറൂസ് മുബാറക്കും നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 29, 30, 31 തീയതികളിലായി വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഖുർആനിക് വില്ലേജിന്റെ ഗ്രൗണ്ടിൽ വളരെയധികം പ്രൗഢമായി കൊണ്ട് തന്നെ അരങ്ങേറുകയാണ്. എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുക എന്നതാണ് ഈ പ്രചരണ ജാഥയുടെ മുഖ്യ ലക്ഷ്യം. അതോടൊപ്പം തന്നെ നാം ഏവരും മനസ്സിലാക്കിയതുപോലെ നമ്മുടെ എല്ലാവരുടെയും ആത്മീയ സംഘടനയായ നമ്മുടെ മതബോധവൽക്കരണത്തിന്റെ ഉത്തമ ഉറവിടം കൂടിയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം കാസർഗോഡ് കുണിയയിൽ വെച്ച് നടക്കുമ്പോൾ അതിന്റെ കൂടി ഒരു പ്രചാരണം കൂടിയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ളവരെ, പാണക്കാട് തങ്ങന്മാരെ പറ്റി നമുക്ക് പറയാനാവുമ്പോ ഒരു 100 നാവുണ്ടായിരിക്കുന്നതാണ്. കാരണം
പാണക്കാട് തങ്ങന്മാർ നമ്മുടെ കൽബിലെ ഓരോരുത്തരുടെയും കൽബിൽ ഒരു സ്ഥാനം നമ്മൾ പാണക്കാട് തങ്ങന്മാർക്ക് കൊടുക്കുന്നുണ്ട്. കാരണം എന്തേ, ഈ മലപ്പുറം ജില്ലയിൽ എന്നില്ല, ഈ കേരളീയ സമൂഹത്തിലെ മുസ്ലിം എന്നില്ല, ക്രൈസ്തവൻ എന്നില്ല, ഹിന്ദു എന്നില്ല, ഇവരുടെ ഏവരുടെയും പ്രശ്നങ്ങളെ പരിഹരിക്കുക, അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുക, അതിനുത്തമമായ മാതൃകകൾ കാണിച്ചു കൊടുക്കുക, ഇതെല്ലാമാണ് പാണക്കാട് സാദാത്യങ്ങൾ നമുക്ക് ചെയ്തു തന്നത്. ഇന്നും നമ്മൾ പാണക്കാട് പോയി കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സയ്യിദിന്റെ വീട്ടിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മെ കേൾക്കാൻ, നമ്മെ കാതോർത്തിരിക്കാൻ അവർ തയ്യാറാണ്. അവർ അതിന് ബദ്ധശ്രദ്ധ പുലർത്തുന്നവർ കൂടിയാണ്. എന്തേ ഇങ്ങനെയായത്? അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരരാണ് അവരെ സ്നേഹിക്കൽ നമ്മുടെ ബാധ്യതയാണ്, അവരോട് നന്മ പുലർത്തൽ നമ്മുടെ ബാധ്യതയാണ്, അവരെ സ്മരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അത് ഇബാദത്തിനോട് തുല്യമായ ഒരു കാര്യം കൂടിയാണ്. ദിക്റുൽ അംബിയാഇ ഇബാദ വ ദിക്റുസ് സാലിഹീന കഫാറ. അംബിയാക്കളെ സ്മരിക്കൽ ഇബാദത്തും സാലിഹീങ്ങളെ സ്മരിക്കൽ പാപമോചനത്തിനുള്ള കാരണവുമാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, ഈ ഒരു പ്രചരണ ജാഥയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സാലിഹീങ്ങളായ പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ സ്നേഹിക്കുക, അവരെ സ്മരിക്കുക എന്ന് മാത്രം കൂടിയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അൽഹംദുലില്ലാഹ് വളരെയധികം നല്ല രീതിയിൽ ഈ പ്രചരണ ജാഥക്ക് സ്വീകരണം നൽകിയ നാട്ടുകാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തനങ്ങളിലെല്ലാം ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. ജോലിയിലും കൂലിയിലും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ പ്രചരണ ജാഥയെ ആശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട CT അഷ്റഫ് സാഹിബ് രണ്ടു വാക്ക് സംസാരിക്കുന്നു. മുഹമ്മദ് സിനാൻ PK സംസാരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أفضل رسول الله وعلى آله وصحبه الفائزين برضا ما بعد. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ തയ്യോടിച്ചിറ മക്കാം സിയാറത്തോടു കൂടി പ്രയാണം ആരംഭിച്ച ഈ വാഹന ജാഥ അമേരിക്കാട് സെൻട്രൽ റോഡ് അമേരിക്കാട് കൂടി അവസാനിക്കുകയാണ്. കേരളീയ മുസ്ലിം ഉമ്മത്തിന് ആത്മീയപരമായും സാമൂഹികപരമായും ദിശാബോധം നൽകി കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമേകിയ പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും സെയ്ദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെയും സെയ്ദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെയും ഉറൂസ് മുബാറക്കിനോടനുബന്ധിച്ചാണ് നാം ഇവിടെ ഈ പ്രചരണ ജാഥ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കരിങ്കല്ലത്താണി ഖുർആനിക് വില്ലേജിലെ വിദ്യാർത്ഥി സംഘടന സ്റ്റുഡൻസ് യൂണിയന്റെ കീഴിൽ ഈ വാഹന ജാഥ ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഇതിനെ വളരെ നല്ല രീതിയിൽ ഊഷ്മളമായ സ്വീകരണം നൽകിയ ഈ നാട്ടിൽ നല്ലവരായ എല്ലാ ജനങ്ങൾക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദിയും കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.